ചെറുതിരെ കലാസ്നേഹികളെ, ഈ വീഡിയോ ഒരു റീ അപ്ലോഡ് ആണ്. ഞാനിത് ആദ്യമേ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും ഇതിന്റെ റെസ്പെക്റ്റീവ് ഓണേഴ്സ് ഈ വീഡിയോ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. കോടികൾ മുടക്കി അവർ സിനിമ എടുക്കുമ്പോൾ നമ്മൾ അതിനടുത്ത് റോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ അവർ മാന്യമായി എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാനിത് മണിക്കൂറുകളോളം ഇരുന്ന് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് അളിയൊക്കെ അടിച്ച് നിങ്ങളെ കാണിക്കുന്ന സാധനം അവർ സിമ്പിളായിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ വിഷമം വരും. നമുക്ക് അതിനെ വീണ്ടും റീ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാത്തവർക്കായിട്ട് ഞാൻ വീണ്ടും റീ അപ്ലോഡ് ചെയ്യണം. ചിലപ്പോൾ ഇത് വീണ്ടും അടിച്ച് പോകാൻ സാധ്യതയുണ്ട്. കാര്യം അവർ സ്ട്രൈക്ക് ടേക്കൻ ചെയ്താൽ അത് പോയി പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ നമ്മളെ തൊഴിൽ ഇതായത് കൊണ്ടും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും അന്നം ഇതായത് കൊണ്ട് നമുക്കിത് വീണ്ടും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും റീ അപ്ലോഡ് ചെയ്യുകയാണ്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യൂ. നിങ്ങളുടെ സന്തോഷവും സ്നേഹവും എല്ലാം ഹൈപ്പായിട്ടും സബ്സ്ക്രിപ്ഷൻ ആയിട്ടും ലൈക്കായിട്ടും തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആസ്വദിക്കൂ. കലാസ്നേഹികളെ, സാക്ഷാൽ മണിരത്നവും ലോകേഷും ശങ്കറും ഒക്കെ വെറുപ്പിച്ച സ്ഥിതിക്ക് മലയാളത്തിൽ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ? ഇന്നാ പിടിച്ചോ, ഒരു പടക്ക് എന്റെ വക ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട കാരണം ചോദിച്ച് മേടിച്ച് സംവിധാനം ചെയ്ത് പടക്കമാക്കി മാറ്റിയ വിനീത് ശ്രീനിവാസന്റെ കറുത്ത കരങ്ങളാണ് നമ്മൾ ഇന്ന് വറക്കാനെടുത്തിരിക്കുന്നത്. അപ്പൊ ചെന്നൈ പാസം പിടിഞ്ഞ വിനീത് അണ്ണന്റെ ആദ്യ ആക്ഷൻ ത്രില്ലർ സിനിമയായ ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് നായകനെയാണ്. നായകൻ ആക്ച്വലി ഒരു മിലിറ്ററി കമാൻഡോയാണ്. പുള്ളി ഒരു പേരുകെട്ട തീവ്രവാദി പിടിക്കാൻ വേണ്ടി പോകുകയാണ്. പോണ വഴിക്ക് ഒരുത്തൻ ഒരു വലിയ ടിഷ്യൂ വെച്ച് അവരെ ട്രക്ക് മറിച്ചിടും. നായകൻ ആള് ചില്ലറക്കാരനല്ല എന്ന് കാണിക്കാൻ തുടക്കം തന്നെ അതിഗംഭീരമായ ഒരു വെടിപ്രകടനമാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ഈ ഫൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണേ. ആ താഴെ കിടക്കുന്നവൻ ഇപ്പൊ എണിച്ച് ഇങ്ങനെ ചവിട്ടുമ്പോ കൈ നോക്ക്. ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന് കണ്ട തന്നെ പറയും. ഒരു സെക്കൻഡ് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആരടാ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്ത? ഭാഗ്യത്തിന്റെ കൂടെയുള്ള കൂട്ടുകാരൻ വന്ന് തീവ്രവാദിയെ വെടിവെച്ച് വന്നില്ലായിരുന്നെങ്കിൽ അപ്പൊ തന്നെ സിനിമ തീർന്നനെ. ഇനി ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കാരണം ഒരു വലിയ തീവ്രവാദി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് കോർട്ട് മാർഷൽ ചെയ്ത് വിടും. അങ്ങനെ പട്ടാളത്തിൽ നിന്ന് വെട്ടി നമ്മളെ കൂട്ടുകാരെ നേരെ തന്തേക്കാണ് നാട്ടിൽ ചെല്ലുകയാണ്. അവർ രണ്ടുപേരും അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല. കണ്ണി കണ്ട കലിപ്പാണെന്ന്. ഇനി നമ്മുടെ നായകൻ ഒരു കാമുകയുണ്ട്. ഇവൻ ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞ് അവൾ ഇവനെ കളഞ്ഞിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കയറി ഗോൾ അടിക്കാൻ വേറൊരുത്തൻ. ഇതാ ഇവൻ. അതല്ലേലും കുറച്ചു നേരം പായസം തുറന്നു വെച്ചാൽ അതിനകത്ത് അപ്പ ഈച്ച വന്ന് വീഴും. പക്ഷെ എന്ത് ചെയ്യും, ദൈവം ഓരോ അരമണിയിൽ അത് തിന്നേണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ ചോറ് തിന്നാൻ വിധി അവനും. നിന്റെ വിധി നീ കൊണ്ടുവന്ന മോതിരം തിന്നാനുമാണ്. ഇനി ഇത് നമ്മുടെ നായികയുടെ അച്ഛൻ. പുള്ളി ഭയങ്കര കർക്കശക്കാരനാണ്. വെറും താന്തോന്നിയും തോന്നിവാസിയുമായി അവന് തന്റെ മോളെ കൊടുക്കാൻ താല്പര്യമില്ലെന്ന് അയാളങ്ങ് വിളിച്ചു പറയും. നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്ന കാശുള്ള ഒരു ടിപ്പിക്കൽ തന്ത. അങ്ങനെ ഇരിക്കും ഇവരിങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നതിനിടയിൽ ഒരു എന്റർടൈൻമെന്റിനായി മല കയറാൻ വേണ്ടി പോകും. ഡിം ദാ കിടക്കണ പുട്ടും കടലയും. അവന്റെ മോന്ത കണ്ടറിയാം അത് കണ്ടാ വെറുത്തുപോയെന്ന്. അങ്ങനെ തല കല്ലിലിടിച്ച് ചിരഞ്ജീവിയെ അവൾ ഹോസ്പിറ്റലിലാവുകയാണ് ഗൈസ്. അത്രയൊക്കെ ആയതും അവ അപ്പൊ തന്നെ വേറൊരു കല്യാണം കഴിച്ച് ഒരു കൊച്ചിനെയും കൊണ്ടാക്കും. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെയോ സുഹൃത്തുക്കളെ, എനിക്ക് ഈ സിനിമ കണ്ടപ്പോ സത്യത്തെ ഓർമ്മ വന്നത് നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന അനിയും ഇതിന്റെ ഒരു സനയുടെ കഥ പറയൂലേ, നെറ്റിയിൽ ബുള്ളറ്റ് കൊണ്ട് മരിച്ച പെണ്ണ്. അതേ കഥ എടുത്ത് ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തിയ സിനിമയാക്കിയതല്ലേ. അങ്ങനെ ഇരിക്കെ തന്റെ ഭാര്യയ്ക്ക് ഒരു ജോലിയുടെ കാര്യത്തിനായിട്ട് ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യം വരികയാണ്. അങ്ങനെ അവരെല്ലാവരും ഷാജോണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇനി ഈ സിനിമയിൽ ഷാജോൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു ട്രാൻസ്പോർട്ടർ, ഒരു ഡ്രൈവർ. ഇവരെല്ലാരും കൊണ്ടുപോയി ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ അവരെ ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അളിയന് വീട്ടിലിരുന്ന് ബോറടിക്കുന്ന രണ്ടെണ്ണം അടിക്കണമെന്നും പറഞ്ഞ ഒരു ബാറിലോട്ട് അങ്ങ് ചെന്ന് കയറി കൊടുക്കും. ആ ബാറിലാണെങ്കിൽ പൂത്തിരി റോക്കറ്റോ കത്തിക്കാനുള്ള അവസരങ്ങളും. അങ്ങനെ ഇരിക്കെ അവൻ ആ ബാറിൽ ചെല്ലുമ്പോൾ അവിടെ ആരെയാണ് കാണുന്നതെന്ന് അറിയാമോ? അതാ അവിടെ കണ്ണാടിക്കൂട്ടിൽ അവന്റെ പഴയ കാമുകിയെ കാണുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൾ തലയിടിച്ച് വീണ് കൈയും കാലൊക്കെ അനക്കാൻ വേണ്ട വീൽ ചെയറിലായില്ലേ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വല്ലച്ചാതി എണീച്ച് ഇവന്റെ അടുത്തേക്ക് വരാനായി ശ്രമിക്കുന്നതിനിടയിൽ അവളെ കുറച്ചുപേർ തട്ടിക്കൊണ്ട് പോകുകയാണ്. വീട്ടിലാണെങ്കിൽ ഇവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഭയങ്കര പ്രഷർ. ലാവനാണെങ്കിൽ എവിടെ പോകുന്ന ഒരു വിവരം ഇല്ല എന്ന് ഇവക്ക് അറിഞ്ഞും കൂടാ സമയത്ത്. അങ്ങനെ വഴി കണ്ട് ഏതൊരു ചേച്ചിക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതിനിടയിൽ അവളെ പോലെ തന്നെ കുറെ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച് ക്രൂരന്മാരായ വില്ലന്മാർ അവളെ ഉപദ്രവിക്കുകയാണ്. ഇതൊരു ഹ്യൂമൻ സെക്സ് റാക്കറ്റ് മാഫിയ ഡോൺ കം ഓർഗൻ ഡൊണേഷൻ ഓർഗൻ ട്രാഫിക്കിംഗ് ടീമാണ് ഗൈസ്. അവൾ അങ്ങനെ അവരുടെ പിടിയിൽ അകപ്പെട്ട് പോകുകയാണ്. ഇവനാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുപോകും. അവൻ പോയി വില്ലെടുത്ത് നോക്കി ഇവിടെ എനിക്ക് തരുമോ, പിന്നെ നീ ചോദിച്ചുടനെ എടുത്തറിഞ്ഞിട്ട് അവൻ ചിക്കൻ കടയിലേ നടത്തണം. അവിടെ ഇവനെ ചാടി ചവിട്ടി കൊടുക്കും. സത്യത്തിൽ ഇവനില്ലേ ഗൈസ്, ഇവൻ ഇതിൽ അടിപൊളി അഭിനയമാണ്. ശരിക്കും ഈ പുള്ളിയുടെ പേര് എനിക്കറിയില്ല, ബട്ട് നല്ല ക്യാരക്ടറും നല്ല കഥാപാത്രവും നല്ല ഫൈറ്റും ചെയ്യുന്ന ഒരു പയ്യനാണ്. അവനൊരു ഒറ്റ കുഴപ്പമില്ല, ഇച്ചിരി ആസ്മയുണ്ട്. അവൻ എന്തായാലും ആ കാര്യങ്ങളൊക്കെ വന്ന് തന്റെ ഭാര്യയോട് തുറന്നു പറയുകയാണ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. വിലാസ മതസ്കയായ ഭാര്യ പറയുകയാണ്, അവളെ നീ രക്ഷിച്ച് കൊണ്ടുവാ, നീ ഒരു നല്ല കുട്ടനല്ലേ. പക്ഷെ പിന്നെ അവൾക്ക് പ്രേമിച്ചേക്കളുടെ മോനെ. മീൻവെയിൽ അവിടെ നിന്ന് ഒരു പെൺകുട്ടി പുറത്ത് കടക്കാൻ ശ്രമിക്കുകയാണ് ഗൈസ്. പക്ഷെ ഒരു രക്ഷയില്ല. അവൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കടക്കുമ്പോൾ അവളെ ചേസ് ചെയ്ത് നമ്മുടെ മെയിൻ ഈ ഗാങ്ങിന്റെ ലീഡർ വന്ന് പൊക്കുകയാണ്. എന്നിട്ട് പറയും, എല്ലാവരും മുമ്പ് വെച്ച് നീ നിന്റെ നാക്കറുത്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കാന്ന് പറയും.
അപ്പൊ തന്നെ അവക്കത് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഇവ അവളെ വെടിവെച്ചാൽ കൊല്ലും ഗൈസ്. ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. എന്നിട്ട് പറയും ഇനി അന്റോണിയോ ബ്രിസ്റ്റോവിന്റെ അനുവാദമില്ലാതെ ഒരാൾ മൂത്രം ഒഴിക്കാൻ പോലും പോകരുതെന്ന് പറഞ്ഞിട്ട് അവ അങ്ങ് പോകും. അല്ല അങ്ങനെയൊന്നും പറയൂല, എന്നാലും അങ്ങനെ ഊഹിക്കാം. അപ്പോഴതാ നമ്മുടെ ഡെത്ത് സ്റ്റാർ പ്രോ മാക്സ് സിനിമയിലേക്ക് വരികയാണ്. ബാബുരാജ് ഇതിലെ ഗുണ്ടകളുടെ ഗ്യാങ്ങിലാണ്. രണ്ടാമതും ഇവൻ ഈ പെണ്ണെ തേടി ഇവിടെ വരികയാണ്. എന്നിട്ട് അതിനകത്ത് ഒരു പെണ്ണിനെ കബളിപ്പിക്കാൻ ശ്രമിക്കും. അവൾ ഇവനെ രണ്ട് അപരാധം വിളിച്ച് ഇറങ്ങി അങ്ങ് പോകും. അത് ഞാൻ വിചാരിച്ച ദിവസം കിട്ടിയില്ല. എന്നാ നീ വല്ല സർവീസ് സ്റ്റേഷനിലാ പോടാ. പാവം പെണ്ണുങ്ങളെ ഉപദ്രവിക്കാതെ. പൊക്കി ഇന്ന് നിന്റെ ചരിവവും പെട്ടി അവന്മാര് ചവിട്ടി മേക്കേറ്റോടാ. അങ്ങനെ അവിടെ ഒരു ചേസ് സീൻ നടക്കുകയാണ്. ഓടി ഒരു ഡെഡ് എൻഡിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ നായകൻ. എന്നിട്ട് ഇവന്മാർ രണ്ടും കൂടെ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും വില്ലനെ അവ ഇടിച്ച് മെനക്കെടുത്ത് വന്നു. ഒന്നുമില്ല, അവനാണെങ്കിൽ മുഹമ്മദ് അലിയും ബ്രൂസ്ലിയും കൂടെ മിക്സ് ആയ ഒരുത്തൻ. ഇവന്റെ 16 അടിയന്തരത്തിന്റെ ഇഡലി അവൻ നേരത്തെ കഴിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. നായകനെ ഇടിച്ച് ഇംതിയാസ് അലിയാക്കി കളയുന്നു. നമ്മുടെ ഈ കൂട്ടുകാരന് ആസ്മ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. സത്യത്തെ അവന് ആസ്മ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇപ്പൊ തീർന്നു. ഇവൻ ഇടയ്ക്ക് വെച്ച് ആസ്മ വന്നതും ലവൻ വലിയ മാസ് BGM കിട്ടി എണീറ്റ് വന്ന് ഇവനെ എടുത്തിട്ട് ഇടിക്കും. ഞാൻ അവളെ കാണുകയും ചെയ്യും, അവളെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ഇനി ഈ വിവരമൊക്കെ നമ്മുടെ മെയിൻ ഗുണ്ടത്തലവൻ അറിയുകയാണ്. മാത്രമല്ല അവന്റെ ഒരു ബോസ് ഇങ്ങോട്ട് വരികയാണ്. എന്തിനാണെന്ന് അറിയാമോ? ഒരു പിഞ്ചു കുഞ്ഞിന് വേണ്ടി. അത് അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. സ്വർഗത്തിലെ ഹൂറികളിലും ശിശുക്കളിലും സംതൃപ്തി കണ്ടെത്തുന്ന വികൃത ജീവികൾ. അങ്ങനെ ഇരിക്കെ അതിനകത്തൊരു പനി പടർന്ന് പിടിക്കുകയാണ് ഗൈസ്. ഈ അവസരം മുതലാക്കി ഇവർ ഇതിനകത്ത് കടന്നുകൂടാനുള്ള പ്ലാൻ ഇടുകയാണ്. അതായത് അവര് വാക്സിനേറ്റ് ചെയ്യാൻ വന്ന ഡോക്ടർ എന്നും പറഞ്ഞ് ഇവൻ അതിനകത്ത് കയറണം. ഇനിതാ ഇദ്ദേഹമാണ് അവരുടെ ഡ്രൈവർ. ആ പെണ്ണുങ്ങളൊക്കെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതൊക്കെ ഈ ഡ്രൈവറാണ്. ഇവൻ ആ ഡ്രൈവറെ കണ്ടെത്തി എങ്ങനെ അതിനകത്ത് കടക്കാമെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും, ഒരു ഡോക്ടർ ഉണ്ട്, അയാളെ കാർഡ് ഞാൻ അടിച്ചു മാറ്റി തരാം, ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കിലെ ആളാണെന്ന് പറഞ്ഞ് അകത്ത് കയറാന്ന്. അങ്ങനെ അവ ആ കാർഡ് കൊടുത്ത് അതിനകത്ത് കയറുകയാണ് ഗൈസ്. അപ്പൊ ഇവിടെ ഒരു കോമഡി ഉണ്ട്. അതിലൊരു വില്ലിന് ഭയങ്കര വയറുവേദന. പലശിലായ വയറുവേദനയ്ക്ക് $650 കൊടുത്ത് അവനെ ഒതുക്കും. $650. In India, it cures everything. Everything. നിങ്ങൾക്ക് ചിരി വന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കോമഡികളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ കേട്ടോ. പ്രത്യേകിച്ച് ബാബുരാജിന്റെ വക. ഒറിജിനലി പറഞ്ഞാൽ ഇതിലെ ഫോറിൻ ആക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നായകന് കോളും. നായകനാണ് ശരിക്കും ഇതിൽ നിർഗുണൻ. ദുർഗുണ പരിപാഠശാലയിൽ പഠിച്ച് ജീവിതം വെറുത്തുപോയ ഒരു മുഖഭാവം, മാസ് കാണിക്കാൻ വേണ്ടി മൂക്കുപൊടി വലിച്ച പോലത്തെ ഒരു നടത്തവും. അങ്ങനെ അവർ അതിനകത്ത് കടന്നുകൂടുകയാണ് ഗൈസ്. അങ്ങനെ അതിനകത്ത് ഒരു നായകയെ കണ്ടെത്തി നായകയ്ക്ക് മാരകമായ അസുഖമാണ്, ക്ലിനിക്കിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അവളെ വെളിയിലോട്ട് എങ്ങനെയും എത്തിക്കാൻ നോക്കും. അപ്പോൾ ഒരു വില്ലൻ വന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് നീ ഡോക്ടറെ വിളിക്കാൻ പറയും. അപ്പൊ വെളിയിരിക്കുന്ന ഷാജോ മിമിക്രി കാണിക്കും. പോണ വഴിക്ക് ആ കൂട്ടിക്കിടന്ന ഒരു പൊടി കൊച്ചിനെ കണ്ടത് നായകന്റെ മനസ്സലിയുകയാണ് ഗൈസ്. രക്ഷപ്പെടുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും രക്ഷിക്കണമെന്ന് പറഞ്ഞ് നായകൻ ഒരു ഫൈറ്റിന് അങ്ങ് തുനിയുകയാണ്. പിന്നെ അവിടെ കിടന്ന അവന്റെ വക ഒരു ഉഗ്രം ഫൈറ്റ് ഉണ്ട്. എല്ലാവരും അന്ന് ഇടി വാങ്ങിക്കും. ജോൻ കുറച്ചുപേരെയൊക്കെ തിരിച്ചടിക്കും കേട്ടാ. അവിടെ നടന്ന കലാപം എല്ലാം CCTV വഴി നമ്മുടെ വില്ലൻ കാണുകയാണ്. മീൻവെയിൽ നമ്മുടെ നായകൻ ആദ്യമായി നാട്ടിലേക്ക് തന്റെ അച്ഛനെ അച്ഛാ എന്ന് വിളിക്കുകയാണ്. നീ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ബോധം വെച്ച നാളെ മൂലം നീ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. പുള്ളി വിളിച്ച കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഹെൽപ്പ് വേണമെന്ന് പറയും. അതിനൊരു കാരണമുണ്ട്, അത് വഴിയെ പറയാം. ഇതാരാണെന്നറിയാമോ? നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ മനോജ് ഗേജിന്റെ എക്സ് ഗേൾ ഫ്രണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, ഇയാൾ പറയുന്നത് കേട്ട് നോക്കൂ. എടാ ശശി, കതരട്ട കഴുത. എക്സ്റ്റേണൽ മിനിസ്റ്ററിന്റെ അടുത്ത് ഇങ്ങനെയാണാ പറയണത്, യുവർ എക്സ് ബോയ് ഫ്രണ്ട് എന്ന്. ആ വന്ന ബോയ് ഫ്രണ്ടിന്റെ പേരില്ലേ, ആ പേരങ്ങോട്ട് ചോദിച്ചിട്ട് അത് പറഞ്ഞാ പോരെ. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂടെ എക്സ് ബോയ് ഫ്രണ്ട് എന്ന്? വിനീതണ്ണ എന്താണ് നിങ്ങൾക്ക്? ലേശം ക്രിഞ്ചില്ലാതെ എന്ത് വിനീതേട്ടൻ. ഡയറക്ട് ചെയ്തോണ്ടിരുന്ന വിനീതണ്ണന് പെട്ടെന്ന് ജ്ഞാപക ഓർമ്മ വന്നു. സിനിമയുടെ 1-2 ഇടങ്ങളിൽ ആ പഴയ ചെന്നൈക്കാരൻ വള്ളി ട്രൗസർ ഇട്ട പയ്യനായി മാറുന്നുണ്ട് നമ്മുടെ വിനീതേട്ടൻ. എന്താടാ അനബല്ലി? ആ കൊച്ചെന്തിനും ഇങ്ങനെ ക്രീപ്പേറ്റൊക്കെ നോക്കണം. പാവം, ആ കൊച്ചിനെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. ആ പാവയ്ക്കകത്തൊരു വോയിസ് റെക്കോർഡർ ഉണ്ട്, അതിനകത്ത് അച്ഛന്റെ വോയിസ് ആണ്. ഇത് നമ്മുടെ നായകന്റെ വൈഫ് ഒളിച്ചിരിക്കുകയാണ് ഹോട്ടലിനകത്ത്. അവിടെ നമ്മുടെ ബാബുരാജും ടീമും അവരെ തപ്പി വരികയാണ് ഗൈസ്. ഈ പെണ്ണിന് എന്ത് വയ്യേ, നിനക്കെന്തുകൊണ്ട് ബാധ കയറി, എന്തിനും ഇങ്ങനെ നോക്കാം. അങ്ങനെ ഇരിക്കും നമ്മുടെ ബാബുരാജ് ഇവരെ പൊക്കുകയാണ് ഗൈസ്. Emirati. Marathi? No, Emirati, Dubai. ഈ ഒരു സീൻ കൊള്ളായിരുന്നെന്നാണ് എനിക്കത് ഇത് കൊള്ളാല്ലേ? അല്ല കൊള്ളാം, നിങ്ങൾ എന്നെ പറ. ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന പെണ്ണും ആ കൊച്ചും ഷാജുവിന്റെ കൂടെയാണ് ഉള്ളത്. അവിടെയും ആള് തപ്പി വരികയാണ്. അവിടെ ഉണ്ട് ഒരു കോമഡി. ഇവന്റെ പേര് വയ്ക്കുമ്പോഴത്തേക്കും പറയും രജനീകാന്ത് എന്ന്.
രജനീകാന്ത്. I think Indian president. இன்னுமா என்ன தெரியல. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാബുരാജ് നായകനെ കാണുകയാണ് ഗൈസ്. നിർത്തിയിട്ടിരുന്ന കാറിൽ തലയിട്ട് നോക്കുമ്പോ അതിനകത്ത് പോയി ഇരിക്കണു. ആശാനെ ഈ വണ്ടി ഒന്ന് പിടിച്ചെടുത്തേ. അതിനുശേഷം ഒരു കാർ ചേസ് സീൻ ഉണ്ട് കേട്ടോ. ക്യാമറമാൻ ഒറ്റ പണിയുള്ളായിരുന്നു. ക്യാമറയെ കൊണ്ട് കാറിന്റെ ബോണറ്റ് കയറിയിരുന്ന് ഇവരെ മോന്ത സൂം ചെയ്യണം. കുറച്ചുകൂടി അടുത്ത് വെച്ചിരുന്ന അവന്റെ വായിക്കകത്ത് കയറിയിരിക്കായിരുന്നു. ഓ ആംഗിളും മാറ്റി ടയറൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ഈ ഞാപക ഉണ്ണീരെ കാര്യം. ഗൈസ്, ഇതിനിടയിൽ നമ്മുടെ മെയിൻ വില്ലൻ വന്നിട്ട് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലും. നേരത്തെ ഒരു പെണ്ണ് അവിടെ ചത്തില്ലേ, നാക്ക് മുറിച്ച് ചാവാൻ പറഞ്ഞ അവളെ രക്ഷിക്കാൻ സാധിച്ചത് ഇയാളാണത്ര. അതിനാൽ അയാളെ വെടിവെച്ചങ്ങ് കൊല്ലുകയാണ് വില്ലൻ വന്ന്. ഇവന് വേറെ ഒരു ചൊരപ്പും ഇല്ലെന്നല്ല, പട്ടപ്പകലൊന്നും എല്ലാരും വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലണം. ഇവിടെ ഗുജറാത്തിൽ ഒരു പശുവിനെ കൊന്നാ കിട്ടും ജീവപര്യന്തം. എത്ര ഈ നാട്ടിൽ പോലീസും കോടതിയൊന്നും ഇല്ലേ? അല്ലെങ്കിലും ഡോണുകളെയൊക്കെ ആര് പിടിക്കാനല്ലേ? മീൻവെൽ നമ്മുടെ ഷാജനും ടീമും കൂടി ആ നാട്ടിൽ ഒരു കടത്തുകാരന്റെ അടുത്ത് ചെല്ലുകയാണ് ഗൈസ്. എങ്ങനെയെങ്കിലും അണ്ടർഗ്രൗണ്ട് വഴി നേരെ എംബസിയിൽ എത്തണം. അവന്മാരെ കണ്ണുപൊട്ടിച്ച് ഇതാരുടെ ഇത് ട്രിപ്പിൾ എച്ചാ കണ്ട അതുപോലെ തന്നെ ഇരിക്കണം അല്ലേ മുഖമൊക്കെ. അവര് തുരങ്കത്തിനകത്തോട്ട് ഇറങ്ങിയതും ഇവരെ എല്ലാരും കൂടി പിടിച്ചു കെട്ടി കൊണ്ടുപോവുകയാണ് അങ്ങേരെയും കൊന്ന്. അപ്പൊ പിന്നെ അവിടെ ആര് വരണം? അല്ല, ആരായിരിക്കും വരിക? അവിടെ നമ്മുടെ മാസില് നായകന്റെ എൻട്രി. കൃത്യസമയത്ത് നമ്മുടെ ജ്ഞാപകം മുരളി അവിടെ എത്തുകയാണ് ഗൈസ്. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ കയ്യിൽ റെക്കോർഡ് ചെയ്യുന്ന പാവയില്ലായിരുന്നു. ഇവരവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിലൊരുത്തൻ കയറി ചവിട്ടുന്നു. അപ്പൊ തന്നെ അതിലൊരുത്തൻ അവർ പോണ സ്ഥലം അങ്ങ് പറയും. അത് ആ പാവയിലങ്ങ് റെക്കോർഡ് ആവുകയും ചെയ്യും. അതെന്താണ് ഇത്? മെട്രിക്സ് സിനിമയിൽ പോലും കാണില്ലല്ലോ ഇമ്മാതിരി ഒരു അടങ്കൽ ട്വിസ്റ്റ്. ജിത്തു ജോസഫിന് വട്ടായപ്പോ അങ്ങേര് പിടിച്ച് ഉപദേശിച്ചാടാ നിങ്ങളാ. പിന്നെ സ്വാഭാവികമായി നായകൻ അവിടെ കിടന്ന് ഇടികൂടും. ഇടികൂടിട്ട് അവസാനം എന്ത് അല്ല, കുറച്ചേരം നമുക്ക് ഇടി കാണാം. പാ ഇവിടെ ഫൈറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മെയിൻ വില്ലൻ വന്ന് ഇറങ്ങുകയാണ് ഗൈസ്. എന്നിട്ട് ഈ മൊണ്ണയെ പിടിച്ചവിടെ ഇടിച്ചങ്ങ് ഇരുത്തും. അപ്പൊ അതാ ആ ഒരു വമ്പൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. उसके बारे में ना किसी को कुछ लिखना ना पढ़ना चाहिए. I am enforcing the army and signing the death warrant. നമ്മുടെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ഇടപെട്ട് അവിടെ വലിയൊരു പോലീസ് ജനക്കൂട്ടത്തെ ഇറക്കി വിട്ട് വില്ലന്മാരെ എല്ലാം പിടിക്കുകയാണ് ഗൈസ്. പക്ഷെ മെയിൻ വില്ലൻ മാത്രം വണ്ടി എടുത്ത് രക്ഷപ്പെടും. പക്ഷെ ഇവനങ്ങ് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. നായക അപ്പൊ തന്നെ ട്രൈബിന്റെ ഷോറൂമിൽ പോയി റൊക്കം ക്യാഷ് കൊടുത്തൊരു വണ്ടിയും വാങ്ങിച്ച് പുറകെ സ്റ്റൈലിൽ ചേസ് ചെയ്ത് വരെയാണ്. മാസിലൊക്കെ വന്ന് കറങ്ങി വണ്ടി സ്റ്റാൻഡൊക്കെ നിർത്തിയിട്ട് വില്ലന്റെ തലയ്ക്ക് അടി വാങ്ങിച്ച് അവിടെ മറിഞ്ഞങ്ങ് വീണ് കിടക്കും. ഇതുപോലൊരു മൊണ്ണ നായകൻ ആക്ഷൻ ഹീറോ ആണ് അത്ര. ആക്ഷൻ ഹീറോ ഇവ എവിടെയെങ്കിലും പോയി ഇവന് രക്ഷിക്കാൻ പിന്നെ വേറൊരിടത്തും പുറകെ നിന്ന് കുറ്റിയും പറിച്ച് വരേണ്ടി വരും. നീ എന്താ ഇങ്ങനെ? നിനക്ക് വീട്ടിൽ ഇരുന്നാ പോരെ? ഇതാരെന്നറിയാമോ ഗൈസ്? ഒരു കിളവനെ വെടിവെച്ച് കൊന്നില്ലായിരുന്നു, ഡ്രൈവർ കിളവനെ, അങ്ങേരെ മോൻ. പക്ഷെ അവനെ കൊണ്ട് ഇവന് വെടിവെച്ച് കൊല്ലാൻ പറ്റുന്ന തോക്കം ഇവന് കൊടുക്കും. വളരെ നന്ദി ഉണ്ടാ, നീ അത്രയെങ്കിലും ചെയ്ത് കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഈ പഴം അവിടെ കിടന്ന് വെടികൊണ്ട് ചത്തനെ. ഇനി ആ ഉന്നമെങ്കിലും തെറ്റിക്കാൻ നീത്തി അവനെ വെടിവെച്ച് കൊല്ല്. ഇവന്റെ ഉന്നത്തിനെ ഉണ്ട തറയിലിടിച്ച് ബൗൺസ് ചെയ്ത് ഇവന്റെ നെറ്റിൽ തന്നെ വന്ന് കൊള്ളണം എന്തോ ഭാഗ്യം. മീൻവെയിൽ ബാബുരാജിനെ പോലീസുകാരെ ഒന്ന് ചുമന്നുകൊണ്ടൊക്കെ പോകണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു കോമഡിക്ക് വേണ്ടി. അങ്ങനെ സിനിമ ഇവിടെ തീരുകയാണ് ഗൈസ്. ബാക്കിയുള്ള എല്ലാരും പോലീസുകാരെ രക്ഷിക്കും. ഇദ്ദേഹം ഒരു പ്രൗഡ് തന്തയായി മാറും. കൂട്ടിലടച്ചവരെയൊക്കെ തുറന്നു വിടും. അവളെ കിട്ടി തെറിഞ്ഞ് സന്തോഷിക്കും. മറ്റേ ചെറിയ പെണ്ണിനെ അവളെ അച്ഛനും അമ്മേനെയും കിട്ടും. മതി, ഞാൻ എന്തിനു ചുമ്മായിട്ട് വലിച്ചിട്ടണ. ഒറ്റ വാക്കിൽ ഞാൻ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പടം മുഫ്തി പോയി ഗൈസ്. വിടുമുയർച്ചയൊക്കെ പോലെ ആ ലെവലിലൊക്കെ എടുത്തു വെക്കാൻ നോക്കിയ ഒരു പടമാണ്. ഹോളിവുഡ് ലെവലൊക്കെ പിടിച്ച് നല്ലൊരു വെറൈറ്റി ആക്ഷൻ സിനിമ പടച്ചിവിടെ നോക്കിയതാണ്. ഡയറക്ഷനും പാളിപ്പോയി, അഭിനയവും പാളിപ്പോയി, നടനും പാളിപ്പോയി. ഇനിയിപ്പോ ഇതിലെ പ്രൊഡ്യൂസർ ഒരു 5 പേര് ചേർന്ന് ഒരു കൂട്ടം ആത്മഹത്യ അങ്ങ് ചെയ്യും. ഓ ഡാമിറ്റ്, ഇതിലെ ഒരു പ്രൊഡ്യൂസർ വിനീത് ശ്രീനിവാസനാണ്. ഇപ്പൊ ഇതുപോലൊരു സാഹസത്തിന് അദ്ദേഹം മുതിരില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി തന്നെ നിങ്ങൾ ചെന്നൈയിലേക്ക് മടങ്ങി വരൂ. നമുക്ക് ആ പഴയ ക്രിഞ്ചും പാസവും ജ്ഞാപകവും ഒക്കെ മതി. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളേറിയ വാശിക്ക് ഷാറൂഖ് ഖാൻ വെച്ച് ആക്ഷൻ പടം എടുത്ത് കളയല്ലേ? അല്ല, ധ്യാനേട്ടനും നിങ്ങൾ ഒരുമിച്ച് ഒരു കട്ടിൽ കെട്ടിപ്പിടിച്ചാ കിടക്കണം. ഈ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട വെടിമരുന്ന് പുറത്ത് തേക്കണോ? ഓൾറൈറ്റ് ഗൈസ്, ഇതൊരു മാരക റോസ്റ്റ് നിങ്ങൾ കണ്ട. ദിസ് ഈസ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്ലനേഷൻ. എന്തായാലും നിങ്ങൾക്ക് കുറച്ച് സമയം ഞാൻ ലാഭിച്ചു തന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ നന്ദി സബ്സ്ക്രിപ്ഷൻ ആയിട്ടും ഹൈപ്പായിട്ടും രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.